ഇന്നതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസാണ് കേട്ടോ ഇതുമൂന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓള് മദ്രസയിൽ നിന്ന് വിട്ട് വരുമ്പോൾ തന്നെ നൂഡിൽസ് വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാ മക്കളെയും പോലെ തന്നെ ഇതുമൂന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എപ്പോഴും നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. വന്നപ്പോൾ അവളെ നല്ല അടിപൊളി പൊറാട്ടയും ബീഫ് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ അതൊക്കെ അങ്ങനെ ഇങ്ങനെ കൊത്തിപ്പറിച്ച് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൽ 2 മാത്രം ബാക്കി വന്നുള്ളൂ. അപ്പോൾ ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മൂപ്പര് നല്ല ഉറക്കത്തിലായിരുന്നു. ഇനിയിപ്പോൾ ഉണർന്നാലും മൂപ്പര് അത് കഴിക്കൂല കേട്ടോ. കാരണം രാത്രി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കൂല. കഴിച്ചാൽ ഭയങ്കര നെഞ്ചരിച്ചിലോ ഗ്യാസൊക്കെ കയറും മൂപ്പർക്ക്. അപ്പോൾ ഞങ്ങളൊക്കെ അതിങ്ങനെ തൊട്ട് നാമിച്ച് ബീഫൊക്കെ ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ അത് എടുത്ത് വെച്ചത് ഞാൻ മൂപ്പർക്ക് അങ്ങനെ ചൂടാക്കി കൊടുക്കാൻ എഴുതി. അപ്പോൾ ഇതുമൂന്ന് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് എനിക്ക് ഭയങ്കര മടിയിട്ട്. ഞാൻ പിന്നെ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അങ്ങനെ ഇതുമൂന്ന് നൂഡിൽസ് ഉണ്ടാക്കി എടുത്തു. ബാക്കി പൊറാട്ട ഞാനിത് ആവിയിൽ പുട്ടുകുറ്റിയിൽ ആവി കൊള്ളിച്ചു. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ബീഫിൽ അങ്ങനെ ഉള്ളി വാട്ട അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ സെപ്പറേറ്റ് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒരു ബീഫിനെ കുട്ടപ്പനാക്കി എടുത്ത് അങ്ങനെ രണ്ടും കൂടി അത് ചേർത്ത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതും സ്കൂൾക്ക് പോയ പിന്നാലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്ന് മൂപ്പർക്ക് ഞാൻ അടച്ച് വെച്ച പൊറാട്ട കൊടുത്തപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ്. കാരണം നല്ല ചൂട് പൊറാട്ടയ്ക്ക് ആ ബീഫും കൂടിയാണ് വന്നിട്ട് മിക്സ് ചെയ്ത് അതിലിങ്ങനെ കുഴഞ്ഞ് കിടന്നിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് കഴിക്കാനും പറ്റി. അങ്ങനെ മൂപ്പർക്ക് ചായ കൊടുത്തു. ഞാൻ പിന്നാലെ ഞാനും നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പിന്നെ കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇന്നലെ മോള് വന്നപ്പോൾ കൊണ്ടുവന്ന വെജിറ്റബിളാണ് കേട്ടോ ഇത്. ഇടയ്ക്ക് മോളിൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെയാണ് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ചിലപ്പം കുറേ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഇടയ്ക്ക് അങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു മൂഡിലല്ലായിരുന്നു. കാരണം രാത്രി 12 മണിക്കാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാം പച്ചക്കറികളൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പക്ഷേ ചീര മാത്രമേ ഞാൻ വെച്ചില്ല കേട്ടോ. ചീര ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയതാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. ആദ്യം ഒന്ന് വെള്ളം തോരാൻ വെച്ചു. വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം ഞാൻ നല്ലൊരു പാത്രത്തിൽ അടച്ചങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരാഴ്ച വരെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറ്. അത് മാത്രമല്ല, നമുക്ക് എപ്പോഴാണോ വെക്കാൻ തോന്നുന്നത് അപ്പം അങ്ങോട്ട് എടുത്ത് വെക്കുക. ഈ ചീരൻ്റെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതങ്ങനെ ഫ്രിഡ്ജിലേക്കാണ് വെച്ചാൽ വേഗം വാടി എന്തോ കേട് തന്നെ പോലെ തോന്നും അല്ലേ. ഇതുപോലെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതൊക്കെ നന്നാക്കി വെച്ചപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് മീൻ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി മീനായിരുന്നു, കഷ്ണമീൻ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മസാല തേച്ച് വെച്ചു. പിന്നെ അതിലിങ്ങനെ തലവാലി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ കറി വെക്കാമെന്ന് കരുതി മാറ്റി വെച്ചു. പോയിക്കും നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ട് തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇതുപോലെ യൂണിഫോം ഞാനിങ്ങനെ കാണുന്നോടത്ത് തന്നെ അങ്ങോട്ട് വെക്കും കേട്ടോ. കാരണം ഇത് വൈകുന്നേരമായി അതൊക്കെ അയൺ ചെയ്ത് വെക്കണ്ടേ. ബാക്കിയുള്ളതൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി വിരിച്ചിട്ട് അതും കഴിഞ്ഞ് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട് കിച്ചണിലെത്തിയിട്ടുണ്ട്. പിന്നെ ചോറ് വെച്ചു, മീൻ കറി ഉണ്ടാക്കി, മീൻ വറുത്തു. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതും വന്നു കേട്ടോ. പിന്നെ വേറെ ഉപ്പേരിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നല്ല ചോറും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി തൈരൊക്കെ വെച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് സാപ്പിട്ടുന്നത്. കുഞ്ഞെടുത്തുള്ളൂ.